ഏത് കുറ്റകൃത്യത്തിലും ഈ ചെയ്യുന്നവരെ ഒരു തെളിവ് അവശേഷിപ്പിച്ചിരിക്കുമെന്നൊരു പൊതു തത്വം പറയാറുണ്ടല്ലോ. ഇവിടെ പക്ഷെ അത് ഏറ്റവും പ്രകടമായിട്ട് തോന്നിയത് ഇത്ര വലിയൊരു ക്രിമിനൽ കുറ്റം ചെയ്ത ശേഷം ആ പ്രതി സ്വന്തം കൈയക്ഷരത്തിൽ എഴുതി ഒപ്പിട്ട് കൊടുത്തിരിക്കുന്നു എന്നുള്ളതാണ്. അത് ഒന്നല്ല 2 തവണ റിസീവ്ഡ്, ഈ അടിവസ്ത്രം തിരിമറി നടത്താനായി എടുത്തുകൊണ്ട് പോകുമ്പോൾ റിസീവ്ഡ് എന്നും പിന്നീട് തിരിച്ചുകൊണ്ട് വെക്കുമ്പോൾ റിട്ടേൺഡ് എന്നും എഴുതി വെച്ചിരിക്കുന്നു. ഇത് ഭയങ്കര കൗതുകവും ഒക്കെ ഉണ്ടാക്കുന്നതാണ്. എന്താ അങ്ങനെ എഴുതി വെക്കേണ്ട സാഹചര്യം ഉണ്ടായതെന്നുള്ളത് സാറിന് ഈ കാലത്തിനിടെ എപ്പോഴെങ്കിലും മനസ്സിലായിട്ടുണ്ടോ? അനിൽ പറഞ്ഞ പോലെ ശരിക്കും അതിശയമായിരുന്നു. ശരിക്കും ഇത് എന്തിനു വേണ്ടി ഇങ്ങനെ ചെയ്തു എന്നുള്ളത് കാര്യം. ഈ പറഞ്ഞ പോലെ തെളിവ് അവശേഷിപ്പിക്കുന്ന ഒരു അഡ്വക്കേറ്റായ അദ്ദേഹത്തിന് അതങ്ങനെ ചെയ്യാൻ പാടില്ല എന്നറിയുമല്ലോ. പക്ഷേ എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിൻ്റെ ഓവർ കോൺഫിഡൻസ് ആയിരിക്കണം. കാര്യം ഇതൊരിക്കലും രണ്ടാമതൊരു അന്വേഷണത്തിൽ എത്തില്ല എന്ന് അദ്ദേഹം ധരിച്ചിരിക്കണം. ഇതൊരിക്കലും ഞാൻ ഇങ്ങനെ ഇതിൻ്റെ പുറകിൽ തൂങ്ങി നിന്ന് ഇത് റിലൻലെസ് ആയിട്ട് ഇത് ചെയ്യുമെന്നോ, സെൻകുമാറിന് സാറിനെ പോലെ ഒരാൾ ഇതിൻ്റെ പിന്നിൽ നിൽക്കുമെന്നോ, അനിൽ ഇമാനുവലിനെ പോലുള്ള ഒരാൾ ഈ കേസിനെ വീണ്ടും പൊക്കിക്കൊണ്ട് വരുമെന്നോ ഒന്നും അന്ന് അദ്ദേഹത്തിന് ചിന്തിക്കാൻ ആയി കാണില്ല. അപ്പോൾ ആ ഒരു ഓവർ കോൺഫിഡൻസ്, ഞാനൊരു യങ് ഓഫീസർ, ഞാൻ മിക്കവാറും ഇത് പോകുന്നതോടെ ഞാനങ്ങ് കളയും, അങ്ങനെ കളഞ്ഞ പല ഉദ്യോഗസ്ഥരെയും അവർ കണ്ടിരിക്കാം. അതിന് സാധ്യത കൂടുതലാണ്. അതായിരിക്കണം അവരെ നയിച്ചത്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് എന്തും ചെയ്യാമല്ലോ, അങ്ങനെ ചെയ്തതായിരിക്കണം. പക്ഷേ അത് ചെയ്യാൻ അദ്ദേഹത്തെ പ്രേരിപ്പിച്ച മറ്റൊരു ഘടകം ഞാൻ ആലോചിക്കുമ്പോൾ, ഇതിലെ ഒന്നാം പ്രതി മിക്കവാറും അദ്ദേഹത്തോട് പറഞ്ഞു കാണും, ഞാൻ സാധനം തരാം, പക്ഷേ ഇത് ഒപ്പിട്ട് തന്നാലേ ഞാൻ സാധനം തരത്തുള്ളൂ, ഒപ്പിട്ട് വാങ്ങണം എന്ന് ഇൻസിസ്റ്റ് ചെയ്ത് കാണും. അയാളെക്കുറിച്ച് കേട്ടിട്ടുള്ളത് വളരെ കൃത്യതയുള്ള ഒരു ഉദ്യോഗസ്ഥനായിരുന്നു എന്നാണ്, അഴിമതിക്കാരനല്ല എന്നൊക്കെയാണ് പൊതുവിൽ പറയുന്നത്. ഏതായാലും ഒരു കാര്യം സാർ പറഞ്ഞതുപോലെ അയാൾ ഇൻസിസ്റ്റ് ചെയ്ത് കാണും. അതെ, അദ്ദേഹത്തെ പറ്റി എനിക്ക് വേറെ കാര്യമായിട്ട് അറിയില്ല. അദ്ദേഹം എങ്ങനെയുള്ള ആളാണ്. കോടതി ജീവനക്കാർക്കിടെ വലിയ അഭിപ്രായ ബഹുമാനമൊക്കെ ഉള്ള അങ്ങനെയുണ്ടല്ലേ. പക്ഷേ എനിക്ക് അതിനെക്കുറിച്ച് അത്രയ്ക്ക് അറിയില്ല. പക്ഷേ എങ്കിലും ഇങ്ങനെ ഈ പറഞ്ഞ രീതിയിൽ ഇദ്ദേഹം ഇൻസിസ്റ്റ് ചെയ്തിരിക്കാം എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ അതിലൊരു അപകടമുള്ളതായിട്ട് രണ്ടാം പ്രതിക്ക് തോന്നിയതുമില്ല.